25 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ആ ഷൂട്ടിംഗ് ആരംഭിച്ച കുറച്ച് ദിവസത്തിനുള്ളിൽ ആ പടത്തിലെ നായകരിൽ ഒരാൾ ആക്ടർ സൂര്യ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. വെറും 4-5 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഭക്ഷണ സമയത്ത് സ്ഥിരമായി ലൊക്കേഷനിൽ വരുന്നതായും ഒരു ലൈറ്റ് ബോയ് ആ കുട്ടിക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നതായും കാണപ്പെട്ടു. ഇത് സ്ഥിരമായി ആവർത്തിക്കുന്നതിനാൽ ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലുള്ള എല്ലാവരുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അടുക്കുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങളെങ്കിലും ആ പെൺകുട്ടിയെ ലൊക്കേഷനിൽ കാണാത്തത് പലരും ശ്രദ്ധിച്ചെങ്കിലും ഷൂട്ടിംഗിന്റെ തിരക്കിനിടയിൽ അത് അത്ര ആരും കാര്യമാക്കിയിരുന്നില്ല. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ടീം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ആക്ടർ സൂര്യ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ലൈറ്റ് ബോയുമായി നടന്നു ചെല്ലുന്നു. എന്നാൽ ആ കുട്ടിയുടെ വീട് അവിടെ പൊളിച്ചിട്ടിരിക്കുന്നതാണ് ആക്ടർ സൂര്യയും ആ ലൈറ്റ് ബോയും കണ്ടത്. തൊട്ടടുത്തുള്ള വീട്ടിലെല്ലാം അന്വേഷിച്ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ് യുവാവ് ആ വീട് സന്ദർശിച്ചെന്ന്. തകർന്ന തരിപ്പണമാവാൻ തുടങ്ങിയ ആ വീട് ആ യുവാവ് പുതുക്കി പണിയാനും ഏർപ്പാടാക്കിയെന്നാണ്. അത് മാത്രമല്ല, ലൊക്കേഷനിൽ ഒരു നേരത്തെ ആഹാരം തേടി വന്ന ആ കുട്ടിയെയും വിധവയും വികലാംഗിയുമായ ആ കുട്ടിയുടെ അമ്മയെയും ഒരു വാടക വീട്ടിലേക്ക് ആ തമിഴ് യുവാവ് താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ പെൺകുട്ടി ഇന്ന് ഹൈദരാബാദിലെ IIM-ലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അന്ന് ആക്ടർ സൂര്യ അടക്കമുള്ളവര് തിരുവനന്തപുരത്തേക്ക് അഭിനയിക്കാൻ വന്ന പടത്തിന്റെ പേര് ഫ്രണ്ട്സ് എന്നായിരുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേരത്തെ ആഹാരം തേടി വന്ന ആ പെൺകുട്ടിയുടെ കുടുംബത്തെ മൊത്തം തോളിലേറ്റിയ തമിഴ് യുവാവിന്റെ പേര് ജോസഫ് വിജയനും ഞാൻ